നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ജസ്ന സലീം, സംഘികൾക്ക് ഇവളൊരു കേരള രവിവർമ്മ, സുരേഷ് ഗോപിക്ക് ഇവളൊരു പൊന്നുമണി അല്ലെങ്കിൽ മുത്തുമണി. അങ്ങനെയാണല്ലോ ജസ്ന സലീം എന്ന ചിത്രകാരിയെ ഇത്രയും നാള് നമ്മൾ കണ്ടിരുന്നത്. കാരണം ജസ്ന ഉടായിപ്പാണ് എന്നുള്ളതൊക്കെ പല രീതിയിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജസ്നയെ പൊക്കിക്കൊണ്ട് നടന്ന സംഘികളാണ് ഭൂലോക ഉടായിപ്പുകൾ എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഉടായിപ്പുകളെ ഒന്നും കാണുന്നില്ല. ജസ്നയ്ക്ക് ഗുരുവായൂരപ്പൻ അതിഭീകരമായ ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ ജസ്നയുടെ ഭക്തി ഒരുപാട് അങ്ങ് കേറിപ്പോയത് കൊണ്ട് കോടതി മറ്റുള്ള ഭക്തരെ കൂടെ അവിടെ റീൽസ് എടുക്കാനൊന്നും അനുവദിക്കില്ല എന്നൊരു നിയമം പുറപ്പെടുവിക്കേണ്ടി വന്നു. സാധാരണ ഭക്തർക്കൊക്കെ അത് വലിയ സങ്കടമാവുകയും ചെയ്തു. അതാണ് ജസ്നയെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്ന ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരികയോ പോവുകയോ ചെയ്യുന്നതൊന്നും വലിയ വാർത്തയല്ല. കാരണം ജസ്നയ്ക്കോ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആ ചുറ്റമ്പലം എല്ലാം ആ നടകളിൽ 4 നടകളിലും കൂടെ നടക്കുന്നതിനുകൊണ്ടോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു തെറ്റ് ഇല്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ ജസ്ന നടന്നു പോവുകയും അതിലെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വാർത്തയൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ഒരു ചാനല് ജസ്ന വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു വാർത്ത കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ജസ്ന എന്താണ്, ജസ്ന കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. 40 കഴിഞ്ഞ ഒരു തള്ളയെ കുട്ടി ചട്ടി എന്നൊക്കെയാണ് ചാനലുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ശാരദക്കുട്ടി, മാധവിക്കുട്ടി എന്നൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതുപോലെ ജസ്ന കുട്ടി ആയിരിക്കണം, അല്ലാതെ മറ്റേ കുട്ടി എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലല്ലോ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ജസ്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു ചാനലുകാർ. അപ്പോൾ ഇങ്ങനെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൃഷ്ണന് കൊടുക്കണം എന്നാണ് ജസ്നയുടെ എല്ലാ സമയത്തുള്ള പോലെ ഇപ്പോഴത്തെയും ആഗ്രഹം. സാധാരണ ജസ്നയുടെ ഫോട്ടോ ഒക്കെ വാങ്ങാൻ അവിടെ ഒരു പൂണൂലുധാരിയായ ഒരു നമ്പൂതിരി ഉണ്ടാവും. കാരണം നമുക്ക് അയിത്തം പണത്തോടും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിനോടൊന്നും ഞങ്ങൾ സാധാരണ അയിത്തം കാണിക്കാറില്ല എന്നാണല്ലോ നമ്പൂതിരിമാര് പറയാറുള്ളത്. അപ്പൊ ആ അയിത്തമില്ലാത്ത നമ്പൂതിരി അത് സ്വീകരിക്കാൻ വന്നോ എന്നറിയില്ല. അതോ ഗുരുവായൂരപ്പന്റെ അവിടെയുള്ള നമ്മളെല്ലാവരും കാണിക്കിടാറുള്ള ആ ഭണ്ണാരത്തിന് മേലെ വെച്ചു പോയോ എന്നും അറിയില്ല. അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം അത്രയധികം തിരക്കാണ് അവിടെ. അത്രയൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഭക്തി മേക്ക് ചെയ്യാനുള്ളൊരു സമയമോ സ്ഥലവോ ഇന്നത്തെ ദിവസം അവിടെ ഉണ്ടാവില്ല എന്നതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അത്തരം കലാപരിപാടികളൊന്നും അവിടെ നടന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ജസ്നയുടെ മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ഇടിഞ്ഞിറക്കുകയാണല്ലോ. അപ്പൊ അമ്മാതിരി പരിപാടിക്ക് പൂണൂരിട്ട നമ്പൂതിരി അവിടേക്ക് വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വാർത്ത ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താണ്, ഒരു പ്രാധാന്യമില്ലാത്ത വാർത്തകളും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബിദിനം ആഘോഷിക്കുന്നത് നബിയുടെ പേരിലായിരിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ അഷ്ടമിരോഹിണി നാളിൽ നടക്കുന്ന പിറന്നാൾ ദിനം കൃഷ്ണന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൃഷ്ണന്റെ അന്നത്തെ ദിനമായിട്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും ആ ചാനല് ജസ്ന സലീമിന്റെ പേരിൽ വീണ്ടും വാർത്തയാക്കി ജസ്നയെ ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ അഷ്ടമിരോഹിണിയിൽ ജസ്നയ്ക്ക് ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ജസ്ന വരുന്നത്. എന്തായാലും ഈ കാണുന്ന പ്രവർത്തികളൊന്നും ഒരു നല്ല രീതിയിലുള്ളതോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭക്തനെയോ അല്ലെങ്കിൽ ഒരു നല്ല ചിത്രകാരന്മാരെയോ ഇതൊന്നും വലിയ രീതിയിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു സന്തോഷം നൽകുന്ന പ്രവൃത്തിയോ ഒന്നും ആവില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഇന്നത്തെ വേറൊരു പ്രത്യേക കാരണം എന്താ വെച്ചെങ്കിൽ അതങ്ങനെയാണ്. ഒരു ഒറിജിനൽ ഓർഗാനിക് കലാകാരന്മാർക്കും ഓർഗാനിക് ഭക്തി ഉള്ളവർക്കൊന്നും ഇതൊന്നും ഒരു സംഭവമേ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം, ജസ്ന സാധാരണ തട്ടമിട്ടിട്ടാണ് ഗുരുവായൂർ അമ്പലത്തേക്ക് വരുന്നത് കണ്ടിട്ടുള്ളത്. ഇന്നേ ദിവസം അവർ തട്ടം ഇട്ടിട്ടില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം തട്ടമിട്ട ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? കാരണം സംഘികൾ കൈവിട്ടിട്ടുണ്ടല്ലോ. അല്ലാത്തവർക്കൊന്നും ഒരു പ്രശ്നമില്ല, സാധാരണ ഭക്തർക്കും പ്രശ്നം ഉണ്ടാവില്ല. അവള് തട്ട ഇട്ടിട്ട് അതിൽ നടക്കുന്നതുകൊണ്ട് ആർക്കും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ സംഘികൾ ചിലപ്പോൾ ഇടഞ്ഞു നിൽക്കുക തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് രവിവർമ്മേനെ ചിലപ്പോൾ കാര്യമായി കൈകാര്യം ചെയ്തെങ്കിലോ എന്ന് പേടിച്ചിട്ടാവണം തട്ടമിടാതെ വന്നിട്ടുള്ളത്. എന്തൊക്കെയാവട്ടെ, എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നു. അഷ്ടമിരോഹിണി വലിയ രീതിയിൽ തന്നെ ഗുരുവായൂർ നടക്കുന്നു. 40,000 ആളുകൾക്ക് സദ്യ വിളമ്പുന്നു കണ്ണൻ്റെ
ജന്മദിന ദിവസം എന്ന് ഒക്കെയാണ് നമുക്ക് വാർത്ത വരുന്നത്. അവിടെ അത്രയധികം ജനത്തിരക്കാണുള്ളത്. ഞാൻ എല്ലാ സമയത്തും ശ്രീ പിണറായി വിജയനെ വളരെ അധികം വിമർശിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ കൂടിയിട്ടും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എനിക്ക് ഉണ്ടായത് ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിലേക്ക് പോയപ്പോൾ അകത്ത് കയറിയപ്പോൾ അവിടെ കുറെ വളണ്ടിയേഴ്സുമാരുണ്ടായിരുന്നു, അമ്മമാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ ഉണ്ടാവുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെളുത്ത് ഹൈറ്റിൽ ഒക്കെയുള്ള സ്ത്രീകളെയാണ് കാണാറുള്ളത്. അപ്പോൾ അവരുടെ മുഖവും ഭാവവും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവരാണ് കൃഷ്ണനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയത് എന്നൊക്കെ. എന്നാൽ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു രൂപത്തിലുള്ള ആളുകളല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ചെറിയ അധിക ഉയരമില്ലാത്ത വെളുപ്പല്ലാത്ത കറുത്ത നിറമുള്ള അങ്ങനെ പറയേണ്ടി വരികയാണ്, അല്ലാതെ അധിക്ഷേപമല്ല. അപ്പൊ അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള കുറച്ച് അമ്മമാരെ കണ്ണന്റെ അടുത്ത് വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം കൃഷ്ണൻ ഇത്രയും ജനകീയനായല്ലോ, അല്ലെങ്കിൽ കൃഷ്ണൻ സാധാരണക്കാരനെയും അവിടെ അടുത്ത് നിർത്താൻ മനസ്സുള്ള ആളാണല്ലോ എന്നൊക്കെ തോന്നി. അത് തീർച്ചയായിട്ടും അത് ഒരു ഗവൺമെന്റിന്റെ നേട്ടമാണ്, ദേവസ്വം ബോർഡിന്റെ നേട്ടമാണ് ഒക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളും കൃഷ്ണന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു വലിയ ഒരു സന്ദേശം കൂടി, അല്ലെങ്കിൽ നിന്നാൽ അവിടുന്ന് കൃഷ്ണൻ എണീറ്റ് പോവില്ല എന്ന് മറ്റുള്ളവർക്കും കൂടി തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നമുക്കവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ. ഒപ്പം തന്നെ ജസ്നയെ നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ജസ്നയെ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം, കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവാം, അവരെ ഒരുപാട് വിമർശിക്കുന്നവരുണ്ടാവാം. എന്തു തന്നെയായാലും ഇന്നത്തെ ദിവസം അഷ്ടമി രോഹിണി നാളിൽ ഭഗവാനെ കാണാൻ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ജസ്നയുടെ ഉള്ളിലുള്ള അതിതീവ്രമായ ഭക്തി തന്നെ ആയിരിക്കണം. കാരണം ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടും അവിടെ എത്താൻ പറ്റാത്ത ഭക്തര് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ജസ്നയെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഇന്നത്തെ ദിവസം തൊഴാൻ പറ്റി എന്നുള്ളത് അവർക്ക് വലിയ ഒരു പുണ്യം തന്നെയാണ്. എന്തായാലും എല്ലാതും നല്ലതുപോലെ സംഭവിക്കട്ടെ. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചാനലുകാർ ദയവീത് കൃഷ്ണന്റെ ജന്മദിനെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതിന് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.